So welcome everyone. അപ്പോൾ നിങ്ങൾക്കിപ്പം ക്ലാസ്സസ് ലൈവായിട്ട് നിങ്ങൾക്ക് കുറച്ചു പേർക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ കാണുമായിരിക്കും. അപ്പം ചിലർക്ക് റെക്കോർഡഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ സോഫാർ നമ്മൾ കുറച്ച് ക്ലാസ്സസ് നമ്മൾ കണ്ടിരുന്നു, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു റിവിഷൻ പോലെ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോട്ടലി ഞാനിപ്പം സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എടുത്തിരുന്നു, ആർട്ടിക്കിൾസ് എടുത്തിരുന്നു, പ്രോനൗൺസ് എടുത്തിരുന്നു. ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോ ഇതില് ഇപ്പം ലൈവിലുള്ള കുറച്ചു പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇനി അഥവാ ഏതെങ്കിലും സെഷൻസ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ടൊന്ന് കാണുക. കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ബോത്ത് പ്രിലിംസ്, മെയിൻസ്, അതേപോലെ തന്നെ നമ്മുടെ പ്രേസിക്കും കൂടെ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ അറ്റ് പ്രസന്റ് നമ്മളിപ്പോ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കാണുക കേട്ടോ. അപ്പോ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ആർട്ടിക്കിൾസ്, നൗൺസ്, പ്രോനൗൺസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ 4 ടോപ്പിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഇപ്പൊ എല്ലാം ഇല്ല, എന്നാലും ഒരു 3 ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും വെൽക്കം ടു ദ സെഷൻ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റനോ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ കൂടെ തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there was 15 candies in that bag, now there is only 1 left. ഓക്കെ, സിമ്പിൾ സാധനമാണ്, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സബ്ജക്ട് വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? ലൈവിലുള്ളവര് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീക്ക്ലി ഒരു സെഷൻ നമുക്ക് നടത്താമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയാമോ? There was 15 candies in that bag. 15 ക്യാൻഡീസ് ഉണ്ടായിരുന്നു. ക്യാൻഡീസ് അറിയാലോ, കുഞ്ഞി സ്വീറ്റ്സ് അല്ലെ, നമ്മള് മിഠായി എന്ന് പറയുന്നത് അതാണ് ക്യാൻഡി എന്ന് പറയുന്നത്. ക്യാൻഡിയുടെ പ്ലൂറലാണ് ക്യാൻഡീസ്. 15 ക്യാൻഡീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ ബാക്കി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എന്തായിരിക്കാം ഇതിനകത്ത്? എന്തെങ്കിലും എറർ ഉണ്ടോ? ഞാൻ ഈ തരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്നാട്ടോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എക്സാക്ട്ലി, ആനി ബി ദാസ് കറക്റ്റ് ആണ്. ഇവിടെ എന്താ സബ്ജക്ട്? എന്താ, ആരെ കുറിച്ചാ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാ പറയുന്നത്? 15 ക്യാൻഡീസ് അല്ലെ, എന്തിനെ പറ്റിയാ പറയുന്നത്? 15 ക്യാൻഡീസ്. സബ്ജക്ട് അവിടെ പ്ലൂറൽ അല്ലേ? ആണ്. 1 ക്യാൻഡി എന്നായിരുന്നെങ്കിൽ സിംഗുലർ ആയിരുന്നു. പക്ഷെ ഇവിടെ 15 ക്യാൻഡീസ് ആണ്, സബ്ജക്ട് അവിടെ പ്ലൂറലാ. നമ്മൾ സബ്ജക്റ്റിനനുസരിച്ചല്ലേ എപ്പോഴും വേർബ് യൂസ് ചെയ്യും. നമുക്ക് ആകെ കൂടെ ഒരൊറ്റ ബേസ് റൂളെ അറിയത്തുള്ളൂ അല്ലെ, സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. അപ്പൊ 15 ക്യാൻഡീസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് വേർബും പ്ലൂറൽ ആണ്. there were എന്ന് വരും. ഓക്കെ, there were 15 candies in that bag. now there is only 1 left. അത് ഓക്കെ ആണോ? only one സിംഗുലർ അല്ലേ, അതാണ് അതിന്റെ വേർബ് ഇസ് വന്നത്. ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് there is 1 left. there is only 1 left. നേരത്തെ 15 ക്യാൻഡീസ് ഉണ്ടായിരുന്നു, അതാണ് there were 15 candies. ഓക്കെ ഓക്കെ, ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് എന്തെങ്കിലും എറർ ഫീൽ ചെയ്യുന്നുണ്ടോ? Come on. Are the tweezers kept in this drawer? ഈ tweezers എന്നാന്നറിയോ? tweezers എനിക്ക് തോന്നുന്നു ഗേൾസിന് ചിലപ്പോൾ കുറച്ചുകൂടെയും ഈ ട്വീസേഴ്സ് എന്താണെന്ന് അറിയായിരിക്കും. അതായത് ഇപ്പം ഒരുപാട് പേരൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഐബ്രോസ് ഒക്കെ പ്ലക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ഇരിക്കും. എന്റെ പടം വരെ അത്ര സുഖമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയാലും മതി, അതിന്റെ പിക്ചർ കിട്ടും. അപ്പൊ ട്വീസേഴ്സ് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു യു ഷേപ്പിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അത് വെച്ച് നമ്മൾ ഇങ്ങനെ ഐബ്രോസ് ഒക്കെ പ്ലക്ക് ചെയ്യും, എക്സ്ട്രാ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ട്വീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും എറർ തോന്നുന്നുണ്ടോ? ആർ ദ ട്വീസേഴ്സ് കെപ്റ്റ് ഇൻ ദിസ് ഡ്രോയർ? പറയും. നവ്യ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നവ്യ, ഞാൻ ഈ രണ്ടാമത്തെ ക്വസ്റ്റിന് ശേഷം ഞാൻ അതിലോട്ട് വരാം കേട്ടോ. ഓക്കെ, നവ്യയുടെ ക്വസ്റ്റിനിലോട്ട് ഞാൻ വരാം. ഇതെന്താണ് ഇവിടെ? ഇതിന്റെ ആൻസർ എന്താണ്? ആർ ദ ട്വീസേഴ്സ് കെപ്റ്റ് ഇൻ ദ ഡ്രോയർ?
ആനി ആനി തന്നെയാണല്ലോ അല്ലെ? ഓക്കെ, ആനി ചോദിക്കുന്നുണ്ട് വേർ എന്നാണെന്ന്. വേർ ദ ട്വീസേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്വീസേഴ്സ് ഉണ്ടല്ലോ, ട്വീസേഴ്സ് ഞാൻ ആ പിക്ചറിൽ കാണിച്ചതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ രണ്ട് ആംസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു യു ഷേപ്പ് സംഭവമാണ്. അപ്പോൾ രണ്ട് ആംസ് ഉണ്ട്. ഇവിടെ എന്താണോ അത് ഇപ്പുറത്തും. നമ്മുടെ ഈ സ്പെക്ടക്കിൾസ്, കണ്ണടയുണ്ടല്ലോ, അതുപോലെ ഗ്ലാസസ് ഒക്കെ ഇല്ലേ, ബൈനോക്കുലേഴ്സ്, ഇതൊക്കെ എന്താണെന്നറിയോ, ഒരേപോലത്തെ രണ്ട് പാർട്സാ. അപ്പൊ ഒരേപോലത്തെ ഈ രണ്ടെന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ അല്ലേ? അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബും പ്ലൂറലാ. അപ്പൊ ട്വീസേഴ്സ് പ്ലൂറലാ, വേർബും പ്ലൂറലാ, ആർ. അപ്പൊ അവിടെ എറർ ഇല്ല കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് എറർ ഇല്ല, നോ എറർ. ഇങ്ങനത്തെ നോ എറർ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇവിടെ ഞാനിപ്പോ പ്രത്യേകിച്ച് വേറെ പാറ്റേൺ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് സെന്റൻസ് വായിക്കുന്നു, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഈ ട്വീസേഴ്സ് എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ പറ്റൂ. അപ്പൊ ട്വീസേഴ്സ് ഞാൻ പറഞ്ഞ പോലെ യു ഷേപ്പിലുള്ള നമ്മൾ അത് വെച്ച് ഇങ്ങനെ എക്സ്ട്രാ ഹെയർസ് ഒക്കെ നമ്മൾ പ്ലക്ക് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ത്രെഡിങ്ങിന്റെ ഒക്കെ സമയത്ത്. അപ്പൊ അത് ഒരേപോലത്തെ രണ്ട് ആം സൈൻ ഉണ്ട്. അപ്പൊ രണ്ടെന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? അപ്പൊ സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറലാ, ആർ ദ ട്വീസേഴ്സ് അവിടെ. അതുകൊണ്ട് വേറെ എറർ ഒന്നുമില്ല. ഇനി വേർ ദ ട്വീസേഴ്സ് എന്ന് കൊടുക്കണോ, ടെൻസ് മാറ്റണം? അവരിപ്പം എന്താ പറയുന്നത്, അവരിപ്പോ ചോദിച്ചിരിക്കുന്നത് ഈ ട്വീസർ, ട്വീസേഴ്സ് അത് ഡ്രോയറിനകത്ത് വെച്ചിട്ടാണ്, അതിപ്പോ ഡ്രോയറിനകത്താണോ എന്ന് അവർ ചോദിച്ചത്. ആയിരുന്നോന്ന് ചോദിക്കുന്നില്ല, വേർന്ന് വന്നാലും തെറ്റൊന്നുമില്ല, പക്ഷെ അവര് ഇപ്പൊ ആണോ എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടെൻസ് മാറ്റേണ്ട ആവശ്യം ഇല്ല. പിന്നെ നമ്മൾ ടെൻസ് പഠിക്കാത്തത് കൊണ്ട് ടെൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരത്തുമില്ല ഇപ്പൊ, അറ്റ് പ്രസന്റ്. എക്സാമിന് വരത്തില്ലെന്നല്ല, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ അത് പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ടെൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണല്ലോ ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി നവ്യ നെൽസന്റെ ഒരു ഡൗട്ട് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നൗ വന്നാൽ പ്രസന്റ് അല്ലേ? അതെ, നൗ വന്നാൽ പ്രസന്റ് ആണ്. അപ്പോ ദേർ ആർ വരുമോ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് നമ്മുടെ ഫസ്റ്റ് ഹാഫ് എന്താണെന്നറിയോ? നമ്മുടെ ഫസ്റ്റ് ഹാഫ് there were 15 candies in that bag. അപ്പൊ ഞാൻ പറയുവാണേ, ഈ ബാഗിനകത്ത് 15 കാൻഡീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ മേടിച്ചു വെച്ചതാ. ആ സമയത്ത് 15 കാൻഡീസ് ഉണ്ടായിരുന്നു, 15 ചോക്ലേറ്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോഴോ, നൗ ഇപ്പൊ എന്താണ്? ഇപ്പൊ നൗ there is only one left. ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് ഇന്നലെ മേടിച്ചപ്പം 15 ചോക്ലേറ്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ കഴിഞ്ഞ ആഴ്ചയാണോ ഒന്നും അറിഞ്ഞൂടാ, എന്താണല്ലോ ആ ബാഗില് 15 കാൻഡീസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പാസ്റ്റ് പറയാം, ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് there were 15 candies. കാൻഡീസ് പ്ലൂറൽ, verb പ്ലൂറൽ. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ഈ ക്ലാസ്സിന് തൊട്ട് മുന്നേ ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും now there is only one left. ഇപ്പൊ കൂടെ ഒരെണ്ണേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ, അതാണ് അത് പ്രസന്റ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നിലവിൽ നമ്മൾ ടെൻസ് പഠിക്കാത്തത് കൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾ തൽക്കാലത്തേക്ക് നോക്കണ്ട. പക്ഷെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ആർട്ടിക്കിൾസ്, നൗൺസ്, പ്രോനൗൺസ്, ഈ 4 ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സീനറീസ് ഓഫ് കശ്മീർ വർ ബ്യൂട്ടിഫുൾ. ദ സീനറീസ് ഓഫ് കശ്മീർ വർ ബ്യൂട്ടിഫുൾ. നമ്മള് നൗൺസിന്റെ ക്ലാസ്സിൽ ഇതിനകത്ത് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. എന്താ? സീനറി, മെഷീനറി, ഇതുപോലത്തെ നൗൺസിന് പ്ലൂറൽ ഇല്ല. ഇത് അൺകൗണ്ടബിൾ, അതിന് പ്ലൂറൽ ഇല്ല. അപ്പൊ സീനറീസ് എന്ന് പറയുമോ? ഇല്ല, സീനറി എന്ന് പറയണേ. സീനറി, സീനറിയുടെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയാണോ? സീനറി. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ അല്ലേ? വാസ് ബ്യൂട്ടിഫുൾ. 2 എറേഴ്സ് ഉണ്ട് കേട്ടോ. ദ സീനറി ഓഫ് കശ്മീർ വാസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, യെസ്. അപ്പൊ സീനറി, മെഷീനറി, ഫർണിച്ചർ, ലഗേജ്, ബാഗേജ്, ഇതിനൊന്നും പ്ലൂറൽ ഇല്ല കേട്ടോ. ഇതൊക്കെ എപ്പോഴും സിംഗുലർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ. ഓക്കെ, അപ്പൊ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണല്ലോ നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്ക്. സബ്ജക്ട് എന്ന് പറഞ്ഞ എന്താ? ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു അല്ലെ? അത് ഒന്നെങ്കിൽ നൗൺ ആവാം. നൗൺ എന്താ? നെയിമിംഗ് വേർഡ്. ഇല്ലെങ്കിൽ ഈ നൗണിന് പകരം നമുക്ക് പ്രോനൗൺ യൂസ് ചെയ്യാം. ഈ ടോപ്പിക്സാണ് നമ്മളിപ്പോ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ എ ആൻഡ് ദ, ഇവരിൽ ആരെങ്കിലും വന്നാൽ ആർട്ടിക്കിൾസ്. അപ്പൊ ഇങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിൽ തന്നെ സബ്ജക്ട് ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതാണ് നൗണോ നൗണിന് പകരമുള്ള പ്രോനൗണോ. മനസ്സിലായി? അപ്പൊ അത്രയും തന്നെ നമ്മൾ ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോണം കേട്ടോ. സോ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. അടുത്ത 2 ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇതിനകത്തുണ്ടല്ലോ, ഇപ്പൊ ലൈവിലുള്ളവർ ആരെയും മിസ്സേ ഞാൻ ഇന്ന ടോപ്പിക്ക് കണ്ടില്ല, എന്നാലും ഞാൻ ക്ലാസ് ഇരുന്നാല് ഇപ്പത്തെ ഈ സെഷൻ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ?
കുഴപ്പമൊന്നുമില്ല. ഞാനത് എങ്ങനെയും മനസ്സിലാക്കിപ്പിച്ച് തരാം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടോണം കേട്ടോ. ഓക്കെ, നമുക്കപ്പൊ ഇങ്ങനെ ഇതുപോലെ വീക്ക്ലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വീക്കിൽ നമ്മൾ അതുവരെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ റിവിഷൻ ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കേ, ബാ. John Keats' poetry is worth reading. John Keats' poetry is worth reading. എന്തെങ്കിലും എറർ തോന്നുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ എററുണ്ട്. എന്താണ്? വാട്ട് ഈസ് എറർ? ജോൺ കീറ്റ്സ്. സത്യം പറഞ്ഞ ആ ആളുടെ പേര് ഇന്നതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ജോൺ കീറ്റ്സ്. യെസ് പ്രീത. വെരി ഗുഡ്. ഓക്കെ, ജോൺ കീറ്റ്സ് പോയിട്രി. ശരിക്കും പറഞ്ഞ ഈ ആളുടെ പേരെന്താണെന്നറിയോ? ജോൺ കീറ്റ്സ്. അയാളുടെ പേര് ജോൺ കീറ്റ്സ് എന്നാ. അതായത് നമ്മൾ ചാൾസ് എന്നൊക്കെ പേര് കേട്ടിട്ടില്ലേ? ചാൾസ് അല്ലെങ്കിൽ തോമസ്. എസ് എൻഡ് ചെയ്യുന്ന പേരില്ലേ? നോക്കട്ടെ, ഇപ്പൊ ലൈവിലുള്ള ആരുടെയും പേര് എസ് എൻഡ് ചെയ്യുന്നുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ എസ് എൻഡ് ചെയ്യുന്നവര്? ഷബീന, നവ്യ, പൂർണിമ, പ്രദീപ്. നിലവിൽ ഇപ്പൊ ആരും എസ് എൻഡ് ചെയ്യുന്നവര് ഇതിനകത്തില്ല അല്ലെ? ജാസ്മിൻ എസില്, കണ്ണൻ, പൂർണിമ, പ്രീത, റിഫാന, ഷബീന, ഷാമിൻ, ശ്രുതി. ഒറ്റൊരാളുടെ പേര് പോലും എസ് എൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പോട്ടെ, സാരമില്ല. എന്നാലും എസ് എൻഡ് ചെയ്യുന്ന പേരുകൾ നമുക്ക് അറിയാലോ. ഈ പറയുന്ന ചാൾസോ അല്ലെങ്കിൽ സ്റ്റക്കായില്ല. ഓക്കെ, ചാൾസ് എന്നോ, തോമസ് എന്നോ, നവാസ് എന്നോ, ഷിയാസ് എന്നോ, ആഗ്നസ് എന്നോ എസ് എൻഡ് ചെയ്യുന്ന പേരുകൾ കാണുമല്ലോ. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു, എസ് എൻഡ് ചെയ്യുന്ന പേര് വരുമ്പം ആ ആളുടെ എന്നെങ്ങനെ നമ്മൾ കാണിക്കും? അവസാനം ഒരു അപ്പോസ്ട്രോഫി ഇട്ടാ പോരെ? ഇപ്പൊ തോമസിന്റെ കാർ അല്ലെങ്കിൽ ചാൾസിന്റെ ബുക്ക്, ഓൾറെഡി അവിടെ എസ് ഉള്ളത് കൊണ്ട് ആ ആളുടെ, ആ വ്യക്തിയുടെ എന്ന് കാണിക്കാൻ അവസാനം ഒരു അപ്പോസ്ട്രോഫി മാത്രം ഇട്ടാ പോരെ? അതേപോലെ തന്നെ ജോൺ കീറ്റ്സ് എന്ന വ്യക്തിയുടെ പോയട്രി, ഭയങ്കര അസാധ്യമായിട്ടുള്ള ഒരു പോയട്രിയാണ്. നമ്മളത് വായിച്ചേ പറ്റൂ. അപ്പൊ ജോൺ കീറ്റ്സ് എന്നാണ് ആളുടെ പേര്. അപ്പോ കീറ്റ് അപ്പോസ്ട്രോഫി എസ് അല്ല. ഇപ്പൊ സോണിയ എന്ന് വല്ലോ ആണെങ്കിൽ സോണിയ അപ്പോസ്ട്രോഫി എസ്, സോണിയാസ് കാർ അല്ലെങ്കിൽ രാഹുൽസ് ബുക്ക് എന്ന് പറയാം. പക്ഷെ ഇത് എസ്സിൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് അവസാനം ഒരു അപ്പോസ്ട്രോഫി കൊടുത്താൽ പോരെ? അതാണ് ആൻസർ. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കത്തണം, ആളുടെ പേര് ജോൺ കീറ്റ്സ് ആണെന്നുള്ളത്. അത് നമുക്ക് കത്തിയാലേ ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. Okay. Okay, question number 5. The Game of Thrones are my favorite drama series. The Game of Thrones. അതെന്നതാണോ? ഇങ്ങനൊരു ഡ്രാമ സീരീസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. യെസ് കറക്റ്റ്. ആനി കറക്റ്റ് ആണ്. പ്രീത, വെരി ഗുഡ്. റിഫാന, നവ്യ, വെരി ഗുഡ്. ഈ ഗെയിം ഓഫ് ത്രോൺസ് ഇല്ലേ, അതെന്തുവാ? അതൊരു സീരീസിന്റെ പേരാണ് അല്ലെ? അതൊരു സീരീസിന്റെ പേരാണ്. അത് എസ്സിൽ എൻഡ് ചെയ്തു എന്ന് വെച്ചോണ്ട് പ്ലൂറൽ ആണോ? അല്ല. ഇപ്പൊ ഒരു ബുക്കിന്റെ പേര് എന്റെ മനസ്സിലോട്ട് ഇപ്പൊ ഒരു എസ്സിൽ എൻഡ് ചെയ്യുന്ന ബുക്കിന്റെ പേരൊന്നും മറ്റേ 1000 Splendid Suns അല്ലെ? അതൊക്കെ ഒരു ബുക്കിന്റെ പേരാണ് അല്ലെ? അപ്പം ഒരു ബുക്കിന്റെ പേര്, അതെന്തുവാ ബുക്കിന്റെ പേര്? സിംഗുലർ അല്ലേ? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. ഇസ് മൈ ഫേവറേറ്റ് ഡ്രാമ സീരീസ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാ. ഓക്കെ, if you hear a engaged tone, replace a receiver and dial after some time. ഒരു എൻഗേജ് ടോൺ കേൾക്കുവാണെങ്കിൽ റിസീവർ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും വിളിക്കുക. ഇവിടെ എന്താണ് ഇത്രയും ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ച ഓർക്കുന്നുണ്ടോ? അപ്പോ ഞാൻ എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എൻഗേജ്ഡ് എന്താണ് അവിടെ? എ സൗണ്ട് ആണ് അല്ലെ? നമ്മുടെ ഈ സൗണ്ട് വന്നാൽ ആരെ കൊടുക്കണം? ആൻ കൊടുക്കണം കേട്ടോ. ഇഫ് യു ഹിയർ an engaged tone കേട്ടോ. ഓക്കേ, അടുത്ത. Martin is the best artist of the time, but unfortunately least recognized. Okay, Martin is the best artist of the time. പക്ഷെ ഇപ്പത്തെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റാ, പക്ഷെ അധികം നമ്മൾ പറയല അണ്ടർ റേറ്റഡ് ആണ്. ആളെ അധികം ഒന്നും മനുഷ്യര് അറിയപ്പെടുന്നില്ല, അത്ര യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പോ ഇവിടെ എന്തേലും ബന്ധമുണ്ടോ?
വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആണ് നവ്യ. വെരി ഗുഡ്. അതായത് നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയോട് ദ യൂസ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടായിരുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? ESTയിൽ എൻഡ് ചെയ്യുന്നു, മോസ്റ്റിൽ തുടങ്ങുന്നു, ഇതൊക്കെയാണല്ലോ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ബെസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. അതാണ് ദ ബെസ്റ്റ് വന്നേ. അവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ ഹാഫ് നോക്കാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലീസ്റ്റ്, ലീസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ്, അതുകൊണ്ടാണ് ദ ലീസ്റ്റ്. ദ ലീസ്റ്റ് കേട്ടോ. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്, 3 ഫോംസ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി നിങ്ങൾ എപ്പോ കണ്ടാലും എന്ത് യൂസ് ചെയ്യണം? ദ കൊടുക്കണം. ദ ബെസ്റ്റ്, ദ ലീസ്റ്റ്. ഓക്കെ. ദ ടോളസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്, ദ ബിഗസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. 10,000 rupees are a good amount for charity. 10,000 rupees അല്ലെ? 10,000 rupees ചാരിറ്റിക്ക് ഒരു നല്ല ഒരു എമൗണ്ട് ആണ്. ഓക്കെ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യെസ്, ഹബീബ, പ്രീത, ആനി, നവ്യ, വെരി ഗുഡ്. ഈ 10,000 rupees ആണെങ്കിലും 1 rupee ആണെങ്കിലും 100 rupees ആണെങ്കിലും 1 lakh rupees ആണെങ്കിലും മണി അൺകൗണ്ടബിളാ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ നമ്മളിരുന്ന് ക്യാഷ് ഒക്കെ ഇരുന്ന് എണ്ണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കോയിൻസ് ഇരുന്ന് എണ്ണുന്നുണ്ടല്ലോ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മണിക്ക് നമ്മൾ മണീസ് പ്ലൂറൽ കൊടുക്കുവോ? ഇല്ല. അപ്പൊ അവിടെ 1000 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും 1,00,000 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ഈ രൂപ, മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിളാ. എന്ന് വെച്ചാൽ പ്ലൂറൽ ഇല്ല, അത് എപ്പോഴും സിംഗുലർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് 10,000 rupees is a good amount കേട്ടോ. is a good amount. വെരി ഗുഡ്. അതിപ്പോൾ 1 rupee വന്നാലും 1 rupee is a good amount for charity. 500 rupees is a good amount for charity. 1 lakh rupees is a good amount for charity. കേട്ടോ, മണി എപ്പോഴും അൺകൗണ്ടബിൾ, അതിന് പ്ലൂറൽ ഇല്ല, അത് സിംഗുലർ ആയിട്ടേ എക്സിസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ. യെസ്. അടുത്തത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ 15 ക്വസ്റ്റ്യൻസേ ഇട്ടിട്ടുള്ളൂ. അതും രാത്രി ഒത്തിരി നേരം പിടിച്ചിരുത്തുന്നുമില്ല, ജസ്റ്റ് ഒന്നൊരു ഓർമ്മ പുതുക്കൽ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു വീക്ക്ലി ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്ന് ലൈവിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ള രീതിയിൽ മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. 9 and 10 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ അവിടെ കൊടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 9 and 10. ഓക്കെ, ഏത് ആർട്ടിക്കിൾ കൊടുക്കും? ആർട്ടിക്കിൾസ് അറിയാലോ, 3 പേരുണ്ട്, എ ആൻഡ് ദ. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 9, ഏത് ആർട്ടിക്കിൾ കൊടുക്കും? വെരി ഗുഡ്, വെരി ഗുഡ്. ഡു യു നോ ദ സ്റ്റുഡന്റ് ഹു മെറ്റ് യു യെസ്റ്റർഡേ? യെസ്, കണ്ണൻ, ശ്രുതി, ഷബീന, യെസ് യെസ് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡു യു നോ ദ സ്റ്റുഡന്റ് അല്ലെ? ഡു യു നോ ദ സ്റ്റുഡന്റ് ഹു മെറ്റ് യു യെസ്റ്റർഡേ? അതെ, നമ്മൾ ഇന്നലെ കണ്ടില്ലേ, നമ്മൾ ഇന്നലെ തിയേറ്ററിൽ വെച്ച് ഒരു സ്റ്റുഡന്റിനെ കണ്ടില്ലേ, ആ സ്റ്റുഡന്റിനെ അറിയാമോ? അപ്പം ഞാൻ ഇപ്പോഴാണ് ഇരുന്ന് ചോദിക്കുന്നത്, നമ്മൾ ഇന്നലെ കണ്ട ആ സ്റ്റുഡന്റ്, നമ്മൾ ഇന്നടുത്ത് വെച്ച് മീറ്റ് ചെയ്യില്ലേ, ആ സ്റ്റുഡന്റിനെ അറിയാമോ? അപ്പൊ അവിടെ എടുത്തു പറയോ, അല്ലെ ആ സ്റ്റുഡന്റിനെ അറിയാമോ എന്ന് എടുത്തു പറയാം. അങ്ങനെ എടുത്തു പറയുമ്പോൾ, സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആർട്ടിക്കിൾ കൊടുക്കും? ദ കൊടുക്കും. യെസ് ജാസ്മിൻ, കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഡു യു നോ ദ സ്റ്റുഡന്റ് ഹു മെറ്റ് യു യെസ്റ്റർഡേ? ക്വസ്റ്റ്യൻ നമ്പർ 9. That student met me yesterday and asked about you. അതോ? യെസ്, റിഫാന, ആനി, നവ്യ, പ്രീത, ഷബീന, യെസ് 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 യെസ്. That student met me yesterday and asked about you. ഇന്നലെ ഒരു സ്റ്റുഡന്റിനെ കണ്ടായിരുന്നു, നിങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഇന്നലെ ഒരു സ്റ്റുഡന്റിനെ ഞാൻ കണ്ടു, ആ സ്റ്റുഡന്റ് നിങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഇന്നലെ ഞാൻ ഒരു സ്റ്റുഡന്റിനെ കണ്ടു അല്ലെ? ഒരാൾ എന്ന് പറയുമ്പോൾ എ ഓർ ആൻ, സൗണ്ട് അനുസരിച്ച് നമുക്ക് എ ഓർ ആൻ കൊടുക്കാം. സ്റ്റുഡന്റ് സാ ആയതുകൊണ്ട് എ കൊടുക്കും. യെസ്, പ്രദീപ് കണ്ണൻ, വെരി ഗുഡ്. എ സ്റ്റുഡന്റ് മെറ്റ് മീ യെസ്റ്റർഡേ ആൻഡ് ആസ്ക്ഡ് അബൌട്ട് യു. ഇതിലെ ഒരു സ്റ്റുഡന്റിനെ കണ്ടു, ഒരു സ്റ്റുഡന്റ്. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11. In science, the credit goes to a man who convinces a world, not to the man to whom the idea first occurs. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഒറ്റ വായനയില് പ്രത്യേകിച്ച് എറർ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അതായത് സയൻസില് ലോകത്തിനെ മുഴുവൻ കൺവിൻസ് ചെയ്യുന്ന ആൾക്കാണ് ക്രെഡിറ്റ് പോകുന്നത്. ഓക്കെ, എന്തേലും ഒരു പുതിയൊരു കണ്ടുപിടുത്തം, അത് ആ ഒരു കണ്ടുപിടുത്ത ആളുടെ തലയിൽ വന്നിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് വന്നിട്ട് കാര്യമില്ല, അയാൾക്കല്ല ക്രെഡിറ്റ് പോകുന്നത്. പിന്നെയോ അത് ഇംപ്ലിമെന്റ് ചെയ്ത് ലോകത്തിനെ മുഴുവൻ കൺവിൻസ് ചെയ്യിക്കുന്ന ആ മനുഷ്യനാണ് ക്രെഡിറ്റ് പോകുന്നത്. ഇതാണ് നമ്മുടെ സെന്റൻസിന്റെ മീനിങ്.
ഓക്കെ, അപ്പൊ ആരുടെ തലയിൽ ഐഡിയ ഉദിക്കുന്നു എന്നല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആ ആൾക്കാണ് ക്രെഡിറ്റ് ഫുള്ള് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആരെയാ നമ്മൾ എടുത്തു പറയുന്നത്? ദ മാൻ ഹൂ കൺവിൻസസ് ദ വേൾഡ്, അല്ലെ? ലോകത്തെ മുഴുവൻ കൺവിൻസ് ചെയ്യുന്ന ആ മനുഷ്യനെ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുമ്പോൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ദ മാൻ ഹൂ കൺവിൻസസ് ദ വേൾഡ്. ഓക്കെ, നോട്ട് ടു ദ മാൻ ടു ഹൂം ദ ഐഡിയ ഫസ്റ്റ് ഒക്കേഴ്സ്. ഓക്കെ, അപ്പൊ ആദ്യം ആരുടെ തലയിൽ ഐഡിയ വന്നു എന്നല്ല, ആരാണ് കൺവിൻസ് ചെയ്യുന്നത് ആ മനുഷ്യനെ എടുത്ത് പറയുന്നതുകൊണ്ടാണ് ദ മാൻ. ഓക്കെ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 12. പ്ലീസ് റീച്ച് ഹോസ്റ്റൽ ബിഫോർ ദ സൺസെറ്റ്. സൺസെറ്റിന് മുന്നേ ഒന്ന് വീട്ടിലെത്തണേ, സൺസെറ്റിന് മുന്നേ. ആർട്ടിക്കിൾസിൽ നമ്മൾ കാണുന്നുണ്ട് എന്താ, ചില ടേംസിന്റെ കൂടെ നമുക്ക് എന്ത് വേണ്ട, ആർട്ടിക്കിൾ വേണ്ട. യെസ്, അതുകൊണ്ട് പ്ലീസ് റീച്ച് ഹോസ്റ്റൽ ബിഫോർ സൺസെറ്റ്, ബിഫോർ സൺറൈസ്, അല്ലെ? സൺറൈസ് സൺസെറ്റിന്റെ കൂടെ ഒന്നും ദ ഉപയോഗിച്ചേക്കല്ലേ, ബിഫോർ സൺറൈസ് അല്ലെങ്കിൽ ബിഫോർ സൺസെറ്റ്. ഓക്കെ, ഇവിടം വരെ ഓക്കെ ആണല്ലോ അല്ലെ? നവ്യ, ടു വേണ്ട, എവിടെ വേണ്ടെന്നാ ഉദ്ദേശിച്ചത്? ക്രെഡിറ്റ് ഗോസ് ടു ദ മാൻ ഹു കൺവിൻസസ് വേൾഡ്, നോട്ട് നോട്ട് ടു ദ മാൻ. ആ ടു വേണ്ട, നോട്ട് ദ മാൻ ടു. അല്ലല്ല, അവിടെ ടു വേണേ. അവിടെ അത് വേണം. നമ്മൾ അവിടെ ആ മനുഷ്യനെ എടുത്തു പറയുന്നതുകൊണ്ട് ഗോസ് ടു ദ മാൻ എന്നാണ്. ഓക്കെ, യെസ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്രൊനൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. അതിന് മുന്നേ നവ്യ, ദ ഹോസ്റ്റൽ വേണോ? അതെന്താണെന്നറിയോ? ദ ഹോസ്റ്റൽ നമുക്ക് എന്ന് വെച്ചാല് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആർട്ടിക്കിൾസിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഒരു സ്ഥലത്ത് പ്രൈമറി പർപ്പസിനാ പോകുന്നതെങ്കിൽ നമ്മളവിടെ ആർട്ടിക്കിൾ കൊടുക്കില്ല. ഒരു സ്ഥലത്ത് നമ്മൾ മെയിൻ കാര്യത്തിന് വേണ്ടി പോയാൽ അവിടെ ആർട്ടിക്കിൾ വേണ്ട. അപ്പൊ ഇവിടെ പ്ലീസ് റീച്ച് ഹോസ്റ്റൽ ബിഫോർ സൺസെറ്റ്, ഹോസ്റ്റലിൽ സൺസെറ്റിന് മുന്നേ എത്തണം. അപ്പോ ഇത് ആരോടായിരിക്കും പറയുന്നത്? ഈ ഹോസ്റ്റൽ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്തല്ലേ പറയുന്നത്. അപ്പൊ സമയമാകുമ്പോഴത്തേക്കും കേറിക്കോണം. അപ്പൊ അത് പ്രൈമറി പർപ്പസ് ആണല്ലോ. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും അതിന് മുന്നേ അവര് ഹോസ്റ്റലിൽ കയറണം. അത് ആ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന. അപ്പൊ അത് പ്രൈമറി പർപ്പസ് ആണ്. അവർ പിന്നെ കറങ്ങി തിരിഞ്ഞൊന്നും നിൽക്കാൻ പാടില്ല, അവര് സമയത്തിന് ഹോസ്റ്റലിൽ കയറണം. അപ്പൊ അത് മെയിൻ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ഇങ്ങനത്തെ കുട്ടികളാണ് അവിടെ പോകേണ്ടത് ഹോസ്റ്റലിൽ. അതുകൊണ്ട് പിന്നെ നമുക്കത് നമ്മളത് പ്രൈമറി പർപ്പസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ ആർട്ടിക്കിൾ ഒന്നും കൊടുക്കാത്തത്. ഓക്കെ, സോ പ്ലീസ് റീച്ച് ഹോസ്റ്റൽ ബിഫോർ സൺസെറ്റ്, അത്രയും മതി. ഓക്കെ, ദ ഹോസ്റ്റല് വേണ്ട. അതിന്റെ കാരണം ഇതാണ്, കാരണം അണ്ടർസ്റ്റുഡ് ആണ്. ഏതോ കുട്ടികളുടെ അടുത്താണ് അത് പറയുന്നത്. കുട്ടികളുടെ അടുത്തല്ലേ പറയത്തുള്ളൂ ഹോസ്റ്റലിൽ സമയത്തിന് എത്തണം എന്ന്, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. വൺ മസ്റ്റ് നോട്ട് ബോസ്റ്റ് ഓഫ് വൺസ് ഓൺ സക്സസ്. ഓക്കെ, പ്രൊനൗൺസ് ചെയ്യുന്നതാണ്. ഒരാളുടെ സക്സസിനെ കുറിച്ച് ബോസ്റ്റ് ചെയ്യാൻ പാടില്ല, എന്ന് വെച്ചാൽ പൊങ്ങച്ചം പറയാൻ പാടില്ല. ഓക്കെ, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ബോസ്റ്റിനോട് എപ്പോഴും ഓഫ് യൂസ് ചെയ്യണം, അത് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ, എന്നാലും കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒരാളുടെ സക്സസിനെ കുറിച്ച്, ഒരാളുടെ എങ്ങനെ എഴുതുന്നേ? വൺസ് എന്ന് എഴുതും. ഓക്കെ, വൺ ഷുഡ് ഒബേ വൺസ് പേരൻസ്, വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി. ഒരാളുടെ, ഈ ഒരാളുടെ എന്ന് പറയുന്നതാണ് വൺസ്. അപ്പൊ അവിടെ എറർ ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 13 നോ എറർ. ഓക്കെ, അവിടെ എറർ ഒന്നും ഇല്ല. Then question number 14. One of them forgot to take their bag from the school. അവരിൽ ഒരാള് ബാഗ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. സ്കൂളിൽ നിന്ന് ബാഗ് എടുക്കാൻ മറന്നുപോയി. ആരാ? അവരിൽ ഒരാൾ. ഓക്കെ, അവരിൽ ഒരാൾ. ഈ അവരെന്ന് പറയുന്നത് ആരാ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ അവരെന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ദം ആരാന്ന് അറിയത്തില്ല. ചിലപ്പോൾ ബോയ്സും കാണും ഗേൾസും കാണും. ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരിൽ ഒരാളാണ് ബാഗ് മറന്നത്. ഇപ്പൊ ഒരു ബോയാ മറന്നെങ്കിൽ ഹിസ് ബാഗ് എന്നും, മോളാ മറന്നെങ്കിൽ ഹെർ ബാഗ് എന്നും പറയണം. ഓക്കെ, അവരിൽ ഒരാളാണ് മറന്നത്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് നിൽക്കണം. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ ഇപ്പം ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്, അല്ലെ? ഇപ്പൊ കണ്ണനാണ് ബാഗ് മറന്നതെങ്കിൽ അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ആരാ മറന്നത്? കണ്ണൻ. അതുകൊണ്ട് കണ്ണൻ അവന്റെ ബാഗാ മറന്നത്.
അല്ലെ? നേരെ മറിച്ച് അത് ആനി ആണെങ്കിലോ അവളുടെ ബാഗാ മറന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ടാവും, പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ ബാക്കി ഓപ്ഷനിൽ നോക്കാം. അവിടെ ഹിസോ ഹെറോ വരാം, രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ ദേറെ വരില്ല, കാരണം ഒരാളല്ലേ മറന്നത്. പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ബാഗും ആൺകുട്ടിയാണെങ്കിൽ അവന്റെ ബാഗും. ആൻഡ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ അല്ലെ, ഇപ്പൊ നൈറ്റ് ആയി അല്ലേ? ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സേതു, യു ആൻഡ് ഐ ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് മിസ് ഹാപ്പനിങ്. അപ്പൊ അവിടെ എന്തോ സംഭവിച്ചു, എന്തോ ഒരു നെഗറ്റീവ് അവിടെ സംഭവിച്ചു. അപ്പൊ ഇതിന് കാരണക്കാരാരാ? സേതു, നീ, പിന്നെ ഞാൻ. ഓക്കെ, ഇത്രയും പേരാണ് കാരണക്കാര്. അപ്പൊ കുറെ പ്രോനൗൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ? എങ്ങനെ അറേഞ്ച് ചെയ്യും? അത് നമുക്കൊരു റൂൾ ഉണ്ട്. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ, ഓക്കെ, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? 1 2 3 എന്ന് പറഞ്ഞ് അങ്ങ് അറേഞ്ച് ചെയ്താൽ മതി. ഈ 1 2 3 ആരാ? ഐ ആണ് 1, അതായത് ഫസ്റ്റ് പേഴ്സൺ. യു ആണ് 2, സെക്കൻഡ് പേഴ്സൺ. 3 സേതു ആണ്. ഈ ഹി അല്ലെങ്കിൽ ഷീക്ക് പേര് കൊടുക്കുന്ന തേർഡ് പേഴ്സൺ. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രോനൗൺസിൽ കുറച്ച് പേഴ്സൺസ് ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അവിയില് പരുവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അവരെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമുക്ക് അവരെ അറേഞ്ച് ചെയ്യണം. അതിന്റെ റൂളാണ് ഈ പറയുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ് സെന്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 1 2 3 എന്ന് പറഞ്ഞ് അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് പേഴ്സൺ, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇത് ആൻസർ കറക്റ്റ് ആണോ? അല്ല. എന്ത് വരും ആൻസർ? ഐ, യു ആൻഡ് സേതു. ഓക്കെ, ഞാൻ, നീ, പിന്നെ സേതു, ഇത്രയും പേരാണ്. എന്തോ നെഗറ്റീവ് അവിടെ സംഭവിച്ചു, അതിന് കാരണക്കാര് ഇത്രയും പേരാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോ നമ്മൾ ഇതിനകത്ത് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, നൗൺസ് ഉണ്ട്, പ്രോനൗൺസ് ഉണ്ട്. അതായത് നമ്മൾ സോഫാർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ആ 4 ടോപ്പിക്സ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാത്തിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ചെറിയൊരു ഒരു റിവിഷൻ പോലെ. അപ്പോ ഇന്നത്തെ ഈ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ചോദിക്കാം. കാരണം മിക്കവരും റെക്കോർഡ് സെഷൻസ് ആണ് കാണുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആണ്. ഓക്കെ, അതാ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ വീക്ക്ലി നമുക്ക് റിവ്യൂസ് ആയിട്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് വരാം. ആനി ചോദിക്കുന്നുണ്ട്, പോസിറ്റീവ് ആണെങ്കിലോ? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 2 3 1 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 2 3 1 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യണം. അതായത് ആദ്യം സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ്, പിന്നെ ഫസ്റ്റ്, അങ്ങനെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോ സെന്റൻസ് മാത്രമല്ല കേട്ടോ, നമ്മൾ പ്രോനൗൺസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നും കൂടെ അതും കൂടെ നോക്കും. അത് പിന്നെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും എടുത്തു പറയാത്ത, എന്നാലും അതുകൂടെ ഞാൻ പറയാം. അതായത് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവും അതേപോലെ പ്രോനൗൺ സിംഗുലറും ആണെങ്കിൽ, ഓക്കെ, സിംഗുലർ പ്രോനൗണും ആണെങ്കിൽ, ഈ 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞ നമ്മൾ 2 3 1 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യുന്നത്. സിംഗുലർ പ്രോനൗൺ ആരാന്നറിയോ? ഐ, യു, ഹി, ഷി, ഇതൊക്കെയാണ് സിംഗുലർ പ്രോനൗൺ. അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണ്, പ്രോനൗൺ സിംഗുലർ ആണെങ്കിൽ ആദ്യം സെക്കൻഡ്, പിന്നെ തേർഡ്, പിന്നെ ഫസ്റ്റ്, അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ സെന്റൻസ് എങ്ങാനും നെഗറ്റീവോ അല്ലെങ്കിൽ പ്രോനൗൺ പ്ലൂറലോ ആണെങ്കിൽ ഇതിലേതെങ്കിലും വന്നാൽ 1 2 3 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, സെന്റൻസ് നെഗറ്റീവോ അല്ലെങ്കിൽ പ്രോനൗൺ പ്ലൂറലോ ഇതിലാരെങ്കിലും വന്നാൽ 1 2 3 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഇവിടെ തൽക്കാലം ഒരു കണ്ടീഷൻ മാത്രമേ വന്നുള്ളൂ, അതുകൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ മാത്രം പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ 14 ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ദേറിന് പകരം എന്ത് ആഡ് ചെയ്യണം? അതായത് വൺ ഓഫ് ദം ഫൊഗോട്ട്. വൺ ഓഫ് ദം ആരാ നമുക്കറിയത്തില്ല. അപ്പോ വൺ ഓഫ് ദം, ഇപ്പോ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരാ വൺ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആവാം, വൺ ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആവാം. അപ്പൊ നമുക്ക് ഈ ദം ആരാന്ന് അറിയത്തില്ല. എന്നാലും അവിടെ ഒരു ഗ്രൂപ്പ് നിൽക്കുക. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാള് ബാഗ് മറന്നുപോയി. ഓക്കെ, ആ ഗ്രൂപ്പിലെ ഒരാള് സ്കൂളിൽ നിന്ന് ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഈ ഒരാളുടെ ജെൻഡർ എന്താ? ആണാണോ പെണ്ണാണോ നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെ? അപ്പൊ ഗ്രൂപ്പിനകത്ത് ഫുൾ ബോയ്സ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ഫുൾ ഗേൾസ് ആണെന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഇല്ല. ആ ക്വസ്റ്റ്യനകത്ത് വേറെ ക്ലാരിറ്റി ഒന്നും ഇല്ല. അപ്പൊ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ആൺകുട്ടിയെ മറന്നെങ്കിൽ ഹിസ് ബാഗ് എന്നും പെൺകുട്ടിയെ മറന്നെങ്കിൽ ഹെർ ബാഗ് എന്നും നമുക്ക് പറയാം. അപ്പം ഓപ്ഷനിൽ ഇതിൽ ഏതാണോ വന്നിരിക്കുന്നത് അത് ചൂസ് ചെയ്യാം. രണ്ടും കൂടെ വന്നാൽ നമുക്ക് ബോത്ത് കൊടുക്കാം. ബോത്ത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബോത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതിലും ഒരെണ്ണേ അവിടെ വരുള്ളൂ. ഒന്നെങ്കിൽ ആൺകുട്ടി മറന്നെങ്കിൽ ഹിസ് ബാഗും പെൺകുട്ടിയെ മറന്നെങ്കിൽ ഹെർ ബാഗും. കാരണം ആ ഗ്രൂപ്പാണ്, ഗ്രൂപ്പിനകത്ത് ആരൊക്കെ എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ക്ലിയർ ആയോ ഇപ്പം?
യെസ്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ആരെയും ഇതുവരെയുള്ള ടോപ്പിക്സ് കാണാത്തതുണ്ടെങ്കിൽ വേഗം കണ്ടോളൂ കേട്ടോ. വേഗം റെക്കോർഡഡ് കണ്ടോളൂ. നാളെ സൺഡേ ആണ്. അടുത്ത ആഴ്ച ഇനി വീണ്ടും നമുക്ക് സെഷൻസ് വരും. യെസ്, 2-3-1 ആകുമ്പോൾ ഐ ആം എന്നല്ലേ യൂസ് ചെയ്യുക. ഇഫ് സെന്റൻസ് ഇസ് പോസിറ്റീവ്, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞ 2-3-1, അതായത് ഇങ്ങനെ വരില്ലേ എന്നല്ലേ റിഫാനയുടെ ഡൗട്ട്. അതായത് യു, സേതു ആൻഡ് ഐ ആം എന്ന് അല്ല, അപ്പോഴും ആം വരില്ല കേട്ടോ. കാരണം കാരണം അവിടെ 3 പേരില്ലേ, 3 പേരുണ്ട്. 3 പേരുണ്ട്. ഐ, യു ആൻഡ് സേതു ആർ റെസ്പോൺസിബിൾ. ഇനി എങ്ങാനും സെന്റൻസ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ 2-3-1 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്തേനെ. അപ്പോഴും യു, സേതു ആൻഡ് ഐ ആർ റെസ്പോൺസിബിൾ. കാരണം ഐ മാത്രമല്ല, അവിടെ 3 പേരില്ലേ. 3 പേരെന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറല്ല. അപ്പൊ നമ്മൾ വേർബും പ്ലൂറൽ ആയിട്ടേ കൊടുക്കുള്ളൂ. അപ്പോഴും നമ്മൾ അവിടെ ആർന്ന് തന്നെ കൊടുക്കുള്ളൂ. ഓക്കെ. അല്ലാണ്ട് ഇപ്പൊ ഒരാൾ മാത്രമൊക്കെ ആണെങ്കിലാണ് ഐ ആം എ ഡോക്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഇപ്പൊ എന്താണെങ്കിലും 3 പേരുണ്ട്. അപ്പൊ എങ്ങനെ അറേഞ്ച് ചെയ്താലും, പോസിറ്റീവ് സെന്റൻസ് ആയിക്കോട്ടെ നെഗറ്റീവ് സെന്റൻസ് ആയിക്കോട്ടെ, 2-3-1 1-2-3 എങ്ങനെ അറേഞ്ച് ചെയ്താലും സബ്ജക്റ്റ് പ്ലൂറല്ല, 3 പേരുണ്ട്. അപ്പൊ വേർബും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ. അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലൈവില് ലേറ്റ് ആയിട്ട് കൂടി എല്ലാവരും ജോയിൻ ചെയ്യണം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ ഒരു ടൈം നിങ്ങൾക്ക് കൺവീനിയന്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയും ഒരു റിവ്യൂവിന് നമുക്ക് ഈ ഒരു ടൈം തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും കീപ് പ്രാക്ടീസിങ്. അപ്പോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.